അങ്ങനെ അൻസിബയെ ഔട്ടാക്കിയ തീരു എന്നുള്ള ബിഗ് ബോസിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഏതാണേലും ഈ പ്രോമോ കാണുമ്പോൾ തന്നെ അത് ഭയങ്കര എവിഡൻ്റ് ആണ്. അൻസിബയെ കുറേ കുറ്റമൊക്കെ പറഞ്ഞു. ഈ ചെക്കൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഇവൻ്റെ പണി കഴിഞ്ഞെന്ന് തോന്നി. ഇവനിപ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അൻസിബയോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ കൈ കാണിക്കുമെന്നാണ് ഈ സിജോ പറയുന്നത്. ഇവനെ പ്രാന്തായിപ്പോയെന്ന് തോന്നി. മറ്റേ ജാസ്മിൻ്റെ ഇൻഫ്ലുവൻസിലായിട്ടുണ്ട്. ജാസ്മിൻ്റെ മറ്റേ പെണ്ണുണ്ടല്ലോ ഒരു പാഴായിട്ട് ഒരു ജഗ പാഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറയൊക്കെ ഒന്ന് കരയെങ്കിലും ചെയ്യും. ഡാൻസ് ചെയ്യാൻ അറിയാം ആ ശ്രീധുവിന്, അല്ലാതെ വേറെ ഒരു കോപ്പും അറിയില്ല, മലയാളം വായിക്കാൻ പോലും അറിയില്ല. അതുപോലത്തെ ഒരാളിനെയാണ് ഒരു മലയാളം ഗെയിം ഷോയിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് മറ്റേ പാൻ ഇന്ത്യൻ ഷോ ആയിട്ട് മാറ്റാനെന്ന് തോന്നുന്നു പരിപാടി. പിന്നെ സായി പറയുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാഫുള്ള ഒരു ഗെയിമർ എന്ന് പറഞ്ഞാൽ അത് ജാസ്മിൻ്റെ ഗെയിമാണ് എന്നാണ് പറയുന്നത്. അവൻ്റെ ഒരു ഗെയിം, അവൻ്റെ ഭയങ്കര സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തകർത്ത് കളയും. സായാണോ കൃഷ്ണനാണോ ഇപ്പോൾ. പിന്നെ നോറയുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചതാണ് ലക്ക് കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് ആരാണെന്ന്. അപ്പോൾ നോറ ഉടനെ അവളുടെ മറ്റേ വിഷം ഉണ്ടല്ലോ, അവളുടെ അകത്തുള്ള വിഷം ഇങ്ങനെ തുപ്പിക്കളഞ്ഞു. അതിന് നല്ലൊരു മറുപടി ജിൻഡോയും കൊടുത്തു. ജിൻഡോ വിട്ടില്ല. ആയിട്ട് തോന്നിയിട്ടുള്ളത് ജിൻഡോ ചേട്ടനാണ്. ഇവിടെ പലപ്പോഴും എത്തിക്സ് ഇല്ലാതെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ഫേക്കാന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയും ലക്കിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നോറയാണ്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മറ്റേ രണ്ടുപേരും കൂടെ അകത്ത് കയറിയിട്ടുള്ള മറ്റേ ഡിബേറ്റ് പോലത്തെ നോമിനേഷനിൽ ഈ നോറ പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ ശരി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആളാണ് അൻസിബ. ഈ പാഴ് പെണ്ണ് കാരണമാണ് അൻസിബ ഇന്ന് പുറത്താവാൻ കാരണം. അൻസിബ പുറത്താവുന്നതിന് മുമ്പ് ഋഷി ഒരു ഉമ്മയൊക്കെ വെച്ചു എൻ്റെ ഒരു അനിയനാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ബന്ധം കാണാൻ എന്ത് രസമുണ്ട്. അല്ലാതെ മറ്റേ അലമ്പ് സാധനം മാത്രമേ ഉള്ളൂ ബിഗ് ബോസിൽ എന്ന് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പും കൂടെ വെച്ചേക്കുന്നത്. എന്തൊരു രസമുള്ള ബന്ധമാണ് ഈ അൻസിബ ഋഷിയും തമ്മിലുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബ്രദർ സിസ്റ്റർ എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. അത് അത്ര രസമുണ്ട് കാണാൻ. അല്ലാതെ മറ്റേ കോഴി പരിപാടിയായിട്ട് നടക്കുന്ന മറ്റേ ശ്രീധു, മറ്റേ ജാസ്മിനും, മറ്റേ ഗബ്രിയും, മറ്റേ അർജുനും, ഇതുപോലത്തെ വളിപ്പന്മാർ. ഗബ്രിയും ജാസ്മിനും പിന്നെ വളിപ്പിൻ്റെ അങ്ങേ അറ്റായിരുന്നു. ഈ ശ്രീധുവും അർജുനും പിന്നെ പോട്ടെന്ന് വെക്കാം. ശ്രീധുവിനെ എന്തിനാണ് വെച്ചേക്കുന്നത്? ശ്രീധുവിനെ പുറത്ത് കളഞ്ഞിട്ട് അൻസിബയെ അവിടെ നിർത്താനുള്ളത്. ശ്രീധുവിന് ഭയങ്കര വോട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഫേക്ക് വോട്ടല്ലേ? അത് കേരളത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന വോട്ടാണോ? അതാണ് എനിക്കുള്ള ചോദ്യം. അപ്പോൾ എനിക്കുള്ള ചോദ്യത്തിനോട് പ്രശസ്തിയില്ല. എന്താണെങ്കിലും അൻസിബ പുറത്തായി. അൻസിബ നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ലൊരു സ്ത്രീയാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. അൻസിബ പുറത്തായി എന്ന് അറിയുമ്പോൾ അന്നേരം ആ നോറയുടെ എക്സ്പ്രഷനാണ് എനിക്ക് കാണേണ്ടത്. അവളുടെ ഒരു സന്തോഷം ഉണ്ടാവും ആ ഒരു സെക്കൻഡിൽ, ആ വേളയിൽ. മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സാഡിസ്റ്റാണ് നോറ എന്ന് കഴിഞ്ഞ ആഴ്ച സിജോ പറഞ്ഞത് വളരെയധികം സത്യമാണ്. ആ സിജോയ്ക്ക് എന്തോ പറ്റി അറിയില്ല, അവനെ പ്രാന്തായി പോയെന്ന് തോന്നുന്നു. അവൻ അൻസിബയെ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. സിജോ മിക്കവാറും അടുത്ത നോമിനേഷനിൽ പോകുന്നതാണ് തോന്നുന്നത്. ഈ ആഴ്ച നോമിനേഷനിൽ ഉണ്ടാകത്തില്ല, കാരണം ക്യാപ്റ്റനാണ്. അടുത്ത നോമിനേഷനിൽ എന്താണെങ്കിലും സിജോ അടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തത് ഉറപ്പായിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഈ ആഴ്ചത്തെ ട്രിപ്പിൾ എവിക്ഷനാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്സരയും രശ്മിനും പോയത് നല്ലതിനാണ്, പക്ഷേ ഈ അൻസിബ പോകുന്നത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഋഷി ഭയങ്കര ഡൗൺ ആയി പോകും. എന്താണെങ്കിലും ഋഷി ഫൈനലിൽ എത്തിയതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ എപ്പിസോഡ് കാണാം.